അനധികൃത പോക്കുവരവ് പരാതിയിൽ വിജിലൻസ് PV അൻവറിന്റെ ആലുവയിലെ ഭൂമിയിൽ പരിശോധന നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ജിജീഷ് ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, പരിശോധന കഴിഞ്ഞോ? കൃഷ്ണരാജ്, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു ഹോട്ടൽ സമുച്ചയമുണ്ട്. ആ ഹോട്ടൽ സമുച്ചയത്തിന് അകത്തേക്കാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കയറിപ്പോയിട്ടുള്ളത്. അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ പരിശോധനകൾ ഇപ്പോഴും നടത്തുകയാണ്. പ്രധാനമായും 11 ഏക്കർ വരുന്ന ഭൂമിയാണ്. 11.46 ഏക്കർ വരുന്ന ആ ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടഭൂമി പിന്നീട് പോക്കുവരവ് നടത്തി രേഖകളിൽ തൻ്റെ സ്വന്തം ഭൂമിയാക്കി PV അൻവർ മാറ്റി എന്നത് സംബന്ധിച്ചാണ് പരാതി ലഭിച്ചത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകുകയും വിജിലൻസ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ റവന്യൂ റിക്കവറി വിഭാഗം ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇടത്തല പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴികൾ, സെക്രട്ടറിയുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയതിന് ശേഷം അവരിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ശേഖരിച്ചതിന് ശേഷമാണ് വിജിലൻസ് സംഘം ഇങ്ങോട്ടേക്ക് ഇടത്തലയിലെ ഈ ഭാഗത്ത് 11 ഏക്കർ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും വലിയ ഒരു ഹോട്ടൽ സമുച്ചയം, പണിതുകൊണ്ടിരുന്ന ഹോട്ടൽ സമുച്ചയം, ഒപ്പം തന്നെ അനുബന്ധമായ കെട്ടിടങ്ങളുമാണ് ഈ ഭാഗത്ത് ഉള്ളത്. നേരത്തെ ഇത് നടത്തിയിരുന്ന ഹോട്ടൽ സ്ഥാപനത്തിന് വലിയ തോതിലുള്ള കടം ഉണ്ടാവുകയും തുടർന്ന് അവർ അത് പാട്ടഭൂമിയിൽ പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ട്രിബ്യൂണൽ ഈ ഭൂമി പിടിച്ചെടുത്ത് ലേല നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. സ്വാഭാവികമായും ഒരു പാട്ടഭൂമിയായ ഭൂമി പിന്നീട് ലേല നടപടികൾ പൂർത്തിയാകുമ്പോൾ അതേ പാട്ട വ്യവസ്ഥയിൽ തന്നെയാണ് കൈമാറുക. അങ്ങനെ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PV's കമ്പനി ഇത് ഏറ്റെടുത്തു. റിയൽ എസ്റ്റേറ്റ്സ് ഇത് സ്വന്തമാക്കി. അത് പാട്ട വ്യവസ്ഥയിൽ തന്നെയായിരുന്നു. 99 വർഷത്തെ പാട്ട വ്യവസ്ഥയിലാണ് അവർ ഈ ഭൂമി സ്വന്തമാക്കിയത്. എന്നാൽ PV അൻവർ പിന്നീട് അതിൽ തിരിമറി നടത്തിക്കൊണ്ടും രേഖകളിൽ കൃത്രിമം നടത്തിക്കൊണ്ടും ആ പാട്ടഭൂമി പോക്കുവരവ് നടത്തി തൻ്റെ സ്വന്തം ഭൂമിയാക്കി, അതായത് ക്രയവിക്രയ അധികാരങ്ങളെല്ലാമുള്ള സ്വന്തം ഭൂമിയാക്കി മാറ്റി എടുത്തു എന്നത് സംബന്ധിച്ചാണ് പരാതി. ഒരു വ്യവസായി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ഭൂമിയുടെ അളവുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളാണ് ഇനി പ്രധാനമായും പൂർത്തിയാക്കാനുള്ളത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുരുക്ക് തന്നെ, അതായത് LDF-നെതിരെ CPM-നെതിരായ തന്റെ നീക്കത്തിൽ, സർക്കാരിനെതിരായ തന്റെ വെളിപ്പെടുത്തലുകളിൽ ഇത്തരം ചില കാര്യങ്ങൾ താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊരു പ്രതികരണമായിരുന്നു PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഒരു ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല, തനിക്ക് ഇതിന്റെ എല്ലാ രേഖകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ നീക്കങ്ങളെയും ചെറുത്തുകൊണ്ട് അത് തന്റെ കൈവശം തന്നെ ഇരിക്കുമെന്നൊരു വെല്ലുവിളി PV അൻവർ ഇക്കാര്യത്തിൽ നടത്തുകയുമെല്ലാം ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് രേഖകളിൽ നടന്നിട്ടുള്ള കൃത്രിമം, ഇടത്തല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള വീഴ്ചകൾ, മറ്റു സഹായങ്ങൾ എന്നിവ സംബന്ധിച്ചെല്ലാമുള്ള പരിശോധനകൾ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോക്കുവരവ് കൃത്രിമമായി ഉണ്ടാക്കിയത് ആണ് എങ്കിൽ, പാട്ടഭൂമിയാണ് സ്വന്തം ഭൂമിയാക്കി മാറ്റിയത് എങ്കിൽ വലിയ നിയമ നടപടികളെ PV അൻവറിന് നേരിടേണ്ടി വരും. മാത്രമല്ല, ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാരിന് കടക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ വിജിലൻസ് അന്വേഷണം ഏറ്റവും പ്രധാനമായി മാറുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ ഇവിടെ തുടരുന്നു. ഇതിനുശേഷം ഈ ഭൂമിയിലെ അളവ് പരിശോധനകളിലേക്കായിരിക്കും ഉദ്യോഗസ്ഥർ സംഘം കടക്കുക. നിലവിൽ ഈ ഹോട്ടൽ സമുച്ചയമായി പണിതുയർത്തിയ ബിൽഡിങ്ങിലാണ്, വലിയ ബിൽഡിംഗാണ്. ഇതിന് തൊട്ടടുത്ത് ആയുധ സംഭരണശാലയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് ചില നിബന്ധനകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിരുന്നില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു കെട്ടിടത്തിൽ മറ്റ് നിർമ്മാണ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതിൽ അടക്കം വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വിശദമായ പരിശോധനയിലേക്ക് കൂടി വിജിലൻസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ശരി, അനധികൃത പോക്കുവരവ് പരാതിയിൽ വിജിലൻസ് PV അൻവറിന്റെ ആലുവയിലെ ഭൂമിയിൽ പരിശോധന നടത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്.